മച്ചാട് മാമാങ്കത്തിനു ശേഷം ഭഗവതിക്ക് ഏഴാം പൂജ സമർപ്പിച്ചതോടെ മച്ചാട് മാമാങ്ക ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ അരീക്കര ഇല്ലത്തെ കൃഷ്ണകുമാർ ഇളയത് പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പറവറപ്പാട്. അതായത് 30 വെള്ളിയാഴ്ചയാണ് പറവറപ്പാട്. ഈ പറവറപ്പാട് കഴിഞ്ഞ് വരുന്ന ഏഴാമത്തെ ദിവസം വരുന്ന പൂജ, അതാണ് ഏഴാം പൂജ എന്ന് പറഞ്ഞത്. അത് വരുന്നതും അടുത്ത വെള്ളിയാഴ്ചയാണ് ഏഴാം പൂജ നടക്കപ്പെടുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ, അതായത് പറപുറപ്പാടിന് പൂജ ക്ഷേത്രത്തിനുള്ളിലാണ് നടക്കുന്നതെങ്കിൽ, ഈ ഏഴാം പൂജ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ്. പറപുറപ്പാടിൽ നിന്ന് നടന്ന പോലത്തുള്ള പൂജ തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ വടക്കേ നടയിൽ പത്മമിട്ട് അവിടെ ഭദ്രകാളിക്കും, ആദ്യം ഗണപതിക്ക് ഒരു പൂജയുണ്ട്, അത് കഴിഞ്ഞ് ഭദ്രകാളിക്ക് പൂജയുണ്ട്, അത് കഴിഞ്ഞ് ക്ഷേത്രപാലന് പൂജയുണ്ട്. ഈ 3 പൂജകളാണ് ഇത് നടക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് ഒരു 3:30 കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഇത് വിസ്തരിച്ച പൂജ തന്നെയാണ് അവിടെ നടക്കുന്നത്. പണ്ട് കാലത്ത് ഇതിന് ശേഷം, ഈ പൂജയ്ക്ക് ശേഷം ഇവിടെ കുരുതി നടന്നിട്ടുണ്ടായിരുന്നു. ആടുകളെയും കോഴികളെയും അറക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ 1948 ഇവിടുത്തെ ഈ മൃഗബലി നടക്കുന്ന ഈ സമ്പ്രദായം നിർത്തി. ഇപ്പോൾ അതിനു പകരം ഗുരുതി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 ഗുരുതിയാണ് ഇവിടെയുള്ളത്. ഒന്ന് ചുവപ്പ് ഗുരുതിയും ഒന്ന് കറുപ്പ് ഗുരുതിയും. അത് ഇപ്പം നടത്തുന്നത്, പൂജ നടത്തുന്ന അരീക്കര ഇല്ലക്കാർ തന്നെയാണ് ആ ഗുരുതി തർപ്പണം നടത്തുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുതി തർപ്പണം രാത്രിയുടെ യാമങ്ങളിലാണ് നടക്കാറ്. അവിടെ പന്തം കൊളുത്തി വെച്ച് രാത്രിയുടെ യാമങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. ഗുരുതി നടക്കുന്നത് പകലാണ്. ഈ പൂജയ്ക്ക് ശേഷം ഏഴാം പൂജയിൽ ഈ 3 പൂജ, നേരത്തെ പറഞ്ഞത് ഗണപതിക്ക് പൂജ നടത്തി, ഭദ്രകാളിക്ക് പൂജ നടത്തി, അതിന് ശേഷം ക്ഷേത്രപാലന് പൂജ നടത്തി, അതിന് ശേഷമാണ് വടക്ക് അവിടെ കല്ലുണ്ട്, ഗുരുതി നടത്തിയിട്ടുണ്ടായിരുന്ന ആ കല്ലുണ്ട്. ആ കല്ലുമ്പിലാണ് ഈ 2 ഗുരുതികളും തർപ്പിക്കുന്നത്. അത് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളാണ്. പണ്ടുകാലത്ത് വേല കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന ഏഴാം പൂജയ്ക്ക് ആടുകളെയും കോഴികളെയും ബലിയർപ്പിക്കാറുണ്ടായിരുന്നു. 1948 ഈ ചടങ്ങ് നിർത്തിവെച്ചു. പകരം ഗുരുതി സമർപ്പണമാണ് നടത്തുന്നത്. 365 ദിവസവും അത്താഴപൂജ നടത്തുന്ന ക്ഷേത്രത്തിൽ ഇന്ന് അത്താഴപൂജ ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് വിളക്കുവെപ്പ് മാത്രമാണ് നടന്നത്. ബലിയർപ്പണ ചടങ്ങിൽ തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, സെക്രട്ടറി PK രാമചന്ദ്രൻ, ട്രഷറർ MV പ്രവീൺ, മറ്റ് തട്ടകവാസികൾ എന്നിവരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.